16-ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. 2. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശാശ്രയത്വം നേടിയെടുക്കുക. 3. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ സി 1, 3 എന്നിവ. 1. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. 3. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. 17-ാമത്തെ ചോദ്യം, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ബി പണം അച്ചടിച്ചിറക്കുക. 18-ാമത്തെ ചോദ്യം, 2025 ഏപ്രിൽ 30-ന് ചുമതലയേറ്റ കേരളത്തിലെ 50-ാമത്തെ ചീഫ് സെക്രട്ടറി. ഉത്തരം ഓപ്ഷൻ ബി എ ജയതിലക്. 19-ാമത്തെ ചോദ്യം, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്. ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. 20-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1. 1946-ലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. 2. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. 3. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. ഉത്തരം ഓപ്ഷൻ എ 1, 2 മാത്രം. 1. 1946-ലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. 2. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു.